കൂടെ വന്ദനം ചൊല്ലുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് ഇന്ന് പകലിൽ മഹത്വമുണ്ടാകട്ടെ. തുടർന്നുള്ള സമയത്തെ ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് ശ്ലീഹ പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം പൊതുസഭ കേൾക്കെ വായിച്ച് സഹായിച്ചാലും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. മതി. വായിച്ച് കേൾക്കപ്പെട്ട വാക്യത്തിൽ നിന്ന് ധ്യാനത്തിന് ആധാരമായ വിഷയം എടുക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ കൃഷി, ഗോഡ്സ് ഫാം, ദൈവത്തിൻ്റെ കൃഷി എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റാം. എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ എന്നിധിയിൻ സൂര്യനേ, എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ എന്നിധിയിൻ സൂര്യനേ, എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ എന്നിധിയിൻ സൂര്യനേ, എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ എന്നിധിയിൻ സൂര്യനേ. എന്നാത്മാസുന്ദരൻ, എന്നാത്മാമാധുര്യൻ, എന്നാത്മാസുന്ദരൻ, എന്നാത്മാമാധുര്യൻ, എന്നാത്മാവാഞ്ചിതനും ഇന്നും എന്നും ദൈവകുമാരനെ നീ, ഇന്നും എന്നും ദൈവകുമാരനെ നീ, എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ എന്നിധിയിൻ സൂര്യനേ, എന്നിലുദിക്കണമേ എന്നിധിയിൻ സൂര്യനേ, എന്നാത്മാസുന്ദരൻ, എന്നാത്മാമാധുര്യൻ, എന്നാത്മാസുന്ദരൻ, എന്നാത്മാമാധുര്യൻ, എന്നാത്മാവാഞ്ചിതനും ഇന്നും എന്നും ദൈവകുമാരനെ നീ, ഇന്നും എന്നും ദൈവകുമാരനെ നീ. സകല ഭൂഗോളവും മൂടിയിടും രാത്രിയെ, സകല ഭൂഗോളവും മൂടിയിടും രാത്രിയെ പകലായി മാറ്റണമേ, നിൻ ശോഭയാൽ എല്ലാം പ്രകാശിക്കുവാൻ, നിൻ ശോഭയാൽ എല്ലാം പ്രകാശിക്കുവാൻ, എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ എന്നിധിയിൻ സൂര്യനേ. ചേർന്ന് എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ എന്നിധിയിൻ സൂര്യനേ. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ആ നീതി സൂര്യൻ നമ്മുടെ ഉള്ളിൽ ഉദിച്ചതിനായി സ്തോത്രം. നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ കൃഷി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃഷി. ആമേൻ. ദൈവത്തിന് കൃഷിയുണ്ട്. ആ കൃഷിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണം, ദൈവം എന്താഗ്രഹിക്കുന്നു. സകല കൃപാവരങ്ങളുമുള്ള 1-ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക പട്ടണത്തിൽ സ്ഥാപിതമായ കൊരിന്ത് എന്ന പ്രാദേശിക സഭയെ നോക്കി ആ സഭയുടെ സ്ഥാപന ശുശ്രൂഷകൾക്ക് കാരണമായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫൗണ്ടറായ ശ്ലീഹ പൗലോസ് ആത്മാവിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്. സ്തോത്രം. ദൈവത്തിന് ഓൾഡ് ടെസ്റ്റ്മെന്റിലും
ന്യൂ ടെസ്റ്റ്മെന്റിനകത്തും കൃഷി ഉണ്ടായിരുന്നു. അർത്ഥാൽ കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിന്റെ കാലത്തിലും കൃപയാലുള്ള നീതീകരണത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും കൃപയാലുള്ള ആത്മരക്ഷയുടെയും കാലമായ കൃപായുഗത്തിലും ദൈവത്തിന് കൃഷിയുണ്ട്. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ കൃഷി ഇറക്കുന്ന വിധം, കൃഷി ഇറക്കിയ ഇടം, കൃഷി നടത്തിയ രീതി, കൃഷി വളർന്നത്, കൃഷിയുടെ ഫലം ആദിയായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഗദ്യപദ്യ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ യെശയ്യാ ദീർഘദർശി എടുത്ത 5-ാം അധ്യായത്തിൽ കാണുന്ന പ്രിയതമന്റെ പാട്ട്, സങ്കീർത്തനം 80-ൽ കാണുന്ന ആ മുന്തിരിത്തോട്ടം, എങ്ങനെയാണ് ദൈവത്തിന്റെ കൃഷി ദൈവം ഇറക്കിയത് എന്ന് പഴയ നിയമത്തിൽ ഇസ്രയേലിനെ ദൈവത്തിന്റെ കൃഷിയോട് ഉപമിച്ച് പരാമർശിച്ച ഭാഗങ്ങൾ വളരെ ആഴമുള്ളതും വളരെ മനോഹരമായ, വളരെ ചിന്തനീയമായ, എത്ര കേട്ടാലും മതി വരാത്ത ഒരു ഭാഗമാണ്. എന്നാൽ നമ്മുടെ വിഷയം പുതിയ നിയമത്തിലാണ്. ശ്ലീഹ പൗലോസ് പറഞ്ഞു, ദൈവത്തിന് പുതിയ നിയമത്തിൽ കൃഷിയുണ്ട്. ആ കൃഷി അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈഹികവുമായിരിക്കുന്ന എക്ലീഷ്യ അഥവാ ദൈവത്തിന്റെ സഭ. സഭയുടെ ഗ്രീക്ക് വാക്കാണ് എക്ലീഷ്യ എന്നുള്ളത്. എക്ലീഷ്യ എന്നുള്ള വാക്ക് സഭ എന്നുള്ളതിൻ്റെ യവനായ വാക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോസ്തോലികം, ആമേൻ, ശ്ലൈഹികം, വിശുദ്ധിയാൽ ശ്ലാഘനീയം. അടുത്തത് കാതോലികം, ആഗോള വ്യാപകമായത്. അതാണ് ആ വാക്കിൻ്റെ എല്ലാം അർത്ഥം നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈഹികവുമായിരിക്കുന്ന എന്ന് പറയുന്ന വാക്കിൻ്റെ പദകോശങ്ങളുടെ നിർവചനങ്ങൾ. ഓക്കെ, അപ്പോൾ ദൈവസഭ ദൈവത്തിൻ്റെ കൃഷിയോട് ഉപമിച്ചിരിക്കുന്നു. കൃഷിക്ക് ഒരു നിലം വേണം, കൃഷിക്ക് നല്ല വിത്ത് വേണം, അല്ലെങ്കിൽ നല്ല തൈ വേണം, ആരോഗ്യമുള്ള തൈ വേണം. കൃഷിക്ക് നല്ല പാലനം വേണം. കർഷകന് കൃഷിയെക്കുറിച്ച് ആ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇറക്കിയ കൃഷി ഏത് തൈയായാലും അതിന് വളർച്ച വേണം. ഇന്നലെയേക്കാൾ വളർച്ച നാളെ പ്രതീക്ഷിക്കുന്നു. വളർച്ചയില്ലെങ്കിൽ കർഷകൻ ആദ്യം തളരും. തൈ തളരുന്നതിനൊപ്പം തളരുന്ന ഒന്നാണ് കർഷകന്റെ ഹൃദയവും. ദൈവത്തിന്റെ കൃഷിക്കകത്ത് ക്രിയ ചെയ്യുന്ന 3 ഇടപെടലുകൾ നമുക്ക് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ പൊതുവിൽ ഒന്ന് വായിക്കാമോ? ഞാൻ നട്ടു, പൗലോസ് പറഞ്ഞു, ഞാന് നട്ടു. അടുത്തത് അപ്പല്ലോസ് നനച്ചു. ദൈവം എത്ര വളരുമാറാക്കിയത്. 1 പൗലോസിന്റെ നടൽ, 2 അപ്പല്ലോസിന്റെ നനയ്ക്കൽ, 3 ദൈവത്തിന്റെ വളർത്തൽ. ശ്രദ്ധിച്ചേ, ഈ ചിന്ത മനസ്സിൽ വെച്ചോണ്ട് പൗലോസ് എങ്ങനെ ഇതിനെ നട്ടെ? പൗലോസ് കൃഷി ഇറക്കാൻ ഈ നിലം തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഇതിന്റെ ചരിതം കിടക്കുന്നത്, അർത്ഥാൽ ചരിത്രം കിടക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ന്റെ അവസാനവും 18 അധ്യായങ്ങളിലാണ്. 18-ാം അധ്യായം 1-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ചാൽ, അനന്തരം അവൻ അതേന വിട്ട് കൊരിന്തിൽ ചെന്നു. സ്തോത്രം. പൗലോസിന്റെ മിഷണറി യാത്രയിൽ അഥേന വിട്ടു കൊരിന്തി ചെന്നു എന്ന് പറഞ്ഞപ്പോൾ അഥേനയിലെ നേരിട്ട സാഹചര്യങ്ങൾ, മനസ്സ്
പൗലോസും ഒരു മനുഷ്യനല്ലേ? അരോബിയ കുന്നിങ്ങിലെ പ്രസംഗം 17-ാം അധ്യായത്തിൽ പൗലോസിന്റെ കമന്റ് ബോക്സിൽ കയറി ചിലർ കമന്റ് ഇട്ടു, വിടുവായൻ. പൗലോസിന് കിട്ടിയ അവിടുത്തെ ഒരു പേരാണ് എന്ത്? ഈ വിട്ടുവായൻ എന്ത് ഉദ്ദേശി? ഇത് എവിടുന്ന് പുസ്തകത്തിൽ നിന്നാണെന്നാ എടുക്ക്. 17-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിച്ചോ. തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു, ഈ വിടുവായൻ എന്ത് പറവാൻ പോകുന്നു എന്ന്. ഞാൻ കൈ നിട്ടാണോ? അല്ല. അപ്പോൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇട്ടു, അന്നത്തെ ഭാഷയെ പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞു, ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു. പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പേ വിടുവായൻ എന്ന് വിളിച്ചാൽ പിന്നെ നമുക്ക് ആ മാനസികാവസ്ഥ അറിയാമല്ലോ. മനസ്സിനെ ആവോളം വിമർശിച്ച് തളർത്തിയ ശേഷം വേദിയിൽ നിർത്തുക, ഇങ്ങനെയുള്ള ഒരു രീതിയുണ്ട്. അത് പരിശീലിപ്പിക്കുന്നിടമുണ്ട്. അത് നല്ലതാണ്. എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെറിയ വെയിലൊന്നും തട്ടിയാൽ, യോഗം തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതിന് നമ്മൾ ബോൾഡാക്കുന്നത് നല്ലതാണ്. സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് പോലെ ഐസിനകത്തും പാറക്കെട്ടുകളിൽ കൂടെ കയറിയും ഒക്കെ പരിശീലിക്കുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ബോൾഡാകുന്നത് ആൾ. നല്ലതാണ്. എന്നാൽ പൗലോസ് നല്ല ബോൾഡാണ്. സ്തോത്രം. പൗലോസ് അവിടെ കയറി നിന്ന് പ്രമേയത്തിൽ നിന്ന് പ്രസംഗിച്ചു. വലിയ റിസൾട്ടൊന്നും ഉണ്ടായില്ല. എന്നാലും മനുഷ്യനല്ലേ, അതേനെ വിട്ടു. വന്നു കഴിഞ്ഞ് കൊരിന്തിൽ എന്ത് ചെയ്തു? അപ്പോൾ കൊരിന്തി വന്നപ്പോൾ ഇതൊക്കെ മനസ്സിൽ കാണും. കൊരിന്തി വന്നിട്ട് അതേനെ പ്രസംഗിച്ച പോലൊന്നും പ്രസംഗം തുടങ്ങിയില്ല. വായിച്ചോ 18-1 മുതൽ. അനന്തരം അവൻ അതേനെ വിട്ട് കൊരിന്തിയിലെത്തി ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ അവിടെ വെച്ച അക്വിലാസ് അങ്കിളിനെയും പ്രിസ്കില്ലാന്റിയെയും എന്ത് ചെയ്തു? കണ്ടുമുട്ടി. അവർ രണ്ടുപേരും നല്ല അങ്കിളും നല്ല ആന്റിയായിരുന്നു. നുണയും കൊതിയും പറയാത്ത അങ്കിളും നുണ പറയാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം ഈ അങ്കിളുടെ ക്വാളിറ്റി കുറച്ച് താഴെയുണ്ട്. അപ്പല്ലോസ് യോഹന്നാന്റെ സ്നാനമൊക്കെ വെച്ച് കാച്ചുന്ന സമയത്ത് അവിടെ വെച്ചൊന്നും ഒരു കുഴപ്പമുണ്ടാക്കാതെ സ്നേഹത്തോടെ കൈക്കൊണ്ട് മാറ്റിക്കൊണ്ടുപോയി തിരുത്തി കറക്റ്റാക്കി ഈ കൊരിന്തിൽ വെള്ളം ഒഴിക്കത്തക്ക രീതിയിൽ കരുത്തുള്ള വാഗ്മിയായ പദസഞ്ചയത്തിൻ്റെ സഞ്ചി കയ്യിലുള്ള, സ്തോത്രം, നല്ല കരുത്തനായ അപ്പല്ലോസിനെ പുറത്തെടുത്തു. അവർ നല്ല അങ്കിളും ആന്റിയാണ്. ഇനി തൊട്ട് താഴെ തൊഴിലൊന്നാകൊണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു. അവരുടെ കൂടെ പാർത്ത് വേല ചെയ്തു. അടുത്തത് തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. കൂടാരപ്പണിയായിരുന്നു. ഇനി 5-ാം വാക്യം വായിച്ചോ. ശീലാസും തിമത്യോസും മക്കദോനിയിൽ നിന്ന് വന്നാറേ. അവിടെ 4-ാം വാക്യത്തിൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ ചെന്ന് സമ്പാദിച്ചു, യവനന്മാരെയും സമ്മതിപ്പിച്ചു. ഇനി അടുത്ത വാക്ക്. ശീലാസും തിമത്യോസും മക്കദോനിയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിന് ശുഷ്കാന്തി പൂണ്ട്. നോക്കണേ, ശീലാസും തിമത്യോസും കൂടെ മക്കദോനിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ പ്രസംഗത്തിന് എന്ത് ഉണ്ടായി? ശുഷ്കാന്തിയുണ്ട്. അപ്പൊ അതിനു മുമ്പുള്ള പ്രസംഗമോ അത്ര ശുഷ്കാന്തിയില്ല. ശുഷ്കാന്തി പോയതിന്റെ കാര്യം എന്താ? അതേന വല്ലം പിടുത്തം കിട്ടിയോ? ശീലാസിനെയും തിമത്യോസിനെയും കണ്ടാൽ ഈ ആശയപ്പൊരുത്തമുള്ളവരെ ഒന്നിച്ച് കിട്ടിയാൽ, ടീമിൽ കിട്ടിയാൽ, അല്ലാതെ പാലക്ക പോലെ പിരിഞ്ഞിരിക്കുന്ന 4 എണ്ണം, അത് സെൻട്രലായാലും ഏരിയയിലായാലും ജനറലിലായാലും എവിടെയായാലും ലോക്കലിലായാലും പ്രവർത്തനം മുമ്പോട്ട് പോകത്തില്ല. ആശയപ്പൊരുത്തമുള്ളവർ ഒന്നിച്ചിരുന്നാൽ, അവര് ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസിന് എന്ത് ചെയ്തു? അപ്പൊ പ്രസംഗത്തിനകത്ത് എന്തുണ്ട്? ശുഷ്കാന്തിയുള്ള പ്രസംഗമുണ്ട്, ശുഷ്കാന്തി ഇല്ലാത്തതുണ്ട്. പൗലോസിന് എന്ത് ചെയ്തു? ശുഷ്കാന്തി വന്നു. പൗലോസിന്റെ RPM കൂടി.
പൗലോസ് അങ്ങോട്ട് ഉഷാറായി, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ശുഷ്കാന്തി നിൽക്കുകയാണ്. അടുത്തത് അതാണ്. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ. അപ്പൊ കൊരിന്തിൽ ആദ്യം വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. ആ പാരഗ്രാഫ് തീരുന്നതിൻ്റെ അവിടെ 3 പേര്. മലയാളം ബൈബിൾ നോക്കിയാൽ മതി, 3 പേരാ. അത് കഴിഞ്ഞ ശേഷം അടുത്ത പാരഗ്രാഫ് വന്നപ്പോൾ ശീലാസും വന്നു, തിമത്തിയോസും വന്നു. ഇപ്പൊ എത്ര പേരായി? 5 പേരായി. ഇനി താഴോട്ട് വായിച്ചു. വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു വന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ 7-ാം വാക്യം വായിച്ചു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന തീത്തോസ് യുസ്തോസ്, നല്ല പേരാ കേട്ടോ, തീത്തോസ് യുസ്തോസ്. സ്തോത്രം. തീത്തോസ് യുസ്തോസിന്റെ അരികിൽ ചെന്നു. വായിച്ചു. എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിയോട് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ സിനഗോഗിന് ചേർന്നാണ് വീട്. അടുത്തതാ. പള്ളിപ്രമാണിയായ ക്രിസ്തോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. അപ്പൊ സകല കുടുംബത്തോടും കൂടെ ആ കുടുംബം പള്ളിയോട് ചേർന്ന കുടുംബത്തെ എന്ത് ചെയ്തു? അങ്ങനെ വേല തുടങ്ങുന്നേ. എന്നാൽ വേല തുടങ്ങിയിട്ടുള്ളത് ഓരോന്നിനെ പറക്കി വെച്ച. സ്തോത്രം. വായിച്ചു. അടുത്തത്. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു. പിന്നെ ഒരു വാക്ക്, അനേകർ. അപ്പോൾ ഇപ്പോ കുറച്ചു പേരായില്ലേ? കുറച്ചു പേരായി. ഇനി വായിച്ചോ. രാത്രിയിൽ കർത്താവ് അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമ്മുടെ ഒരു വാക്യമുണ്ട്, 2-3 പേര്. കൊല്ലം കുറെ ആയി ഇത് പറയാൻ തുടങ്ങിയിട്ട്. തുടങ്ങാൻ നേരത്ത് 2-3 മതി. എന്നാൽ നട്ടപ്പളും ഒരു കൊട്ട, പറിച്ചപ്പളും ഒരു കൊട്ട. പണ്ടൊരു ചൊല്ലുണ്ട്, അട്ടക്കാല് പിടിക്കത്തുമില്ല അത്താഴത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നില്ല. പഞ്ചപാണ്ഡവന്മാർ പണ്ടൊരു ചൊല്ലുണ്ട്, കട്ടിക്കാല് പോലെ ഞങ്ങൾ 3 പേർ. സ്തോത്രം. എന്നാൽ 3 പേര് ഉണ്ടായിരുന്നു. ആ 3 പേര് സ്ട്രോങ് ആയിരുന്നു. 3-ന്ന് ഒരു മീഡിയം ചർച്ചായിട്ട് അത് എന്ത് ചെയ്തു ഇല്ലേ? നമ്മളിപ്പോ എവിടാ? നമ്മൾ കൊരിന്തില നമ്മളിപ്പോ. അതുകൊണ്ട് ഒരു മീഡിയം ചർച്ച്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശുഷ്കാന്തിയൊക്കെ വന്നു. കുറച്ച് പേര് വന്നപ്പം പൗലോസ് ഇങ്ങനെ ശുഷ്കാന്തിയോടെ വചന ശുശ്രൂഷയൊക്കെ നടത്തി നിൽക്കുന്ന സമയത്ത് രാത്രിയിൽ വായിച്ചു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, ആ വാക്കാണ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നത്. ദൈവത്തിന്റെ കൃഷി ഇറക്കുമ്പോൾ ആദ്യമുണ്ടാകേണ്ടത് ദർശനമാണ്. ദർശനം ഒരു പാസ്റ്റർക്കുണ്ടായിരിക്കണം. ദർശനം നടത്തിപ്പുകാർക്കുണ്ടായിരിക്കണം. ദർശനം കൗൺസിലിനുണ്ടായിരിക്കണം. ദർശനം, സ്തോത്രം, എല്ലാം ഒരു സഭയ്ക്കുണ്ടായിരിക്കണം. ദർശനമില്ലാത്തവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ കമ്പനിയുടെയൊക്കെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആള് ആ ഓഫീസിന്റെ ഒരു അടച്ചിട്ട ഒരു ചില്ല്, ഒരു പ്രത്യേക മുറിക്കകത്ത് പുള്ളി കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക? കറങ്ങുകയാണ്. അദ്ദേഹം ആ ഓഫീസിന്റെ ഉള്ളിൽ ഇരുന്ന് കറങ്ങുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ ചുമ്മാ ഇരുന്ന് കറങ്ങുകയാണ്. അല്ല, അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ കമ്പനിയെ, ഈ സ്ഥാപനത്തെ ഏത് നിലയിൽ ഉയർത്തണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ തലയിലായിരിക്കുന്നേ. സ്തോത്രം. അത് തലയിലില്ലാത്തൊരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രഷർ കൊടുക്കണം. അപ്പം നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ഒരു നിർബന്ധം, ഓഫീസിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളുടെ ഉന്നത മേലധികാരിയുടെ പ്രഷറല്ല. ഇന്ന് പൗലോസ് പറഞ്ഞു, എൻ്റെ മേലുള്ള പ്രഷർ നിർബന്ധം. ആ വാക്കൊന്ന് ഒന്ന് ചേർന്ന് പറയാൻ പറ്റും. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സഭ
അടുത്ത നിലയിലേക്ക് വളരാൻ പോകും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, കൊരിന്തി ചർച്ച്, ദ ചർച്ച് ഗ്രോത്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ പോയിന്റ്. ദൈവത്തിൻ്റെ കൃഷി എന്ത് ചെയ്യാൻ പോവുകയാണ്? വളരാൻ പോവുകയാണ്. സഭ വളരാനുള്ള അടുത്ത സ്റ്റെപ്പ്, പ്രധാന സ്റ്റെപ്പ് ദർശനമാണ്. ദർശനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൂറുകണക്കിന് കാറുകൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ആ പാർക്കിംഗ് സ്പേസ് നമുക്കുണ്ടാകും. നമ്മൾ സ്വപ്നം കാണണം. ഓതറയ്ക്ക് തെക്കെന്ന ദിക്കില്ലേ, വടക്കില്ലേ, കിഴക്കില്ലേ, പടിഞ്ഞാറില്ലേ, ഇവിടെയൊക്കെ 50 കുടുംബങ്ങൾ വെച്ചുള്ള യൂണിറ്റുകളെ കാണണം. സ്തോത്രം, സ്തോത്രം. ഈ സ്വപ്നം വെച്ചുകൊണ്ട് നാം മൂവ് ചെയ്യണം. സ്തോത്രം. ദൈവത്തിനൊന്ന് മഹത്വം കരയേറ്റാമോ? എത്ര പേർക്ക് കൊതിയുണ്ട് വളരാൻ? സ്തോത്രത്തിന്റെ കനമൊക്കെ പോയി. ദർശനം നമ്മുടെ അകത്തുണ്ടാകണം. സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കേക്ക് മേടിച്ചു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അല്പം കഴിച്ചിട്ട് ഷുഗറൊക്കെ ആയിരുന്നു കൊണ്ട് 2 പേർക്കും കുറച്ച് ഗസ്റ്റ് വന്നപ്പോഴാ ഞാൻ അല്പം ക്ഷീണം കൊണ്ട് ഞങ്ങൾ 2 പേരും അത് ഡൈനിങ് ടേബിളിൽ വെച്ചേച്ച് അതിൻ്റെ ബാക്കി വെച്ചേച്ച് ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ ഞാൻ കർത്തൃദാസിയോട് പറഞ്ഞു, നമ്മുടെ കേക്കിനകത്തെല്ലാം ഉറുമ്പ് വന്ന് കാണും. ഞാൻ അവിടെ ചെന്ന് ഉറുമ്പിനെ ഓടിക്കാൻ നോക്കി, ഒരു പന്ന ഉറുമ്പ് പോലും വന്നില്ല. അന്നേരം ഒരു വചനം എൻ്റെ ഉള്ളിൽ വന്നു. ശലോമോൻ പറഞ്ഞത്, ഉറുമ്പിനെ നോക്കി ഞാൻ ഉറുമ്പിനേക്കാൾ എത്രയോ പോഷൻ എന്ന് വെച്ചാൽ ഒരു ഉറുമ്പിന് പോലും വേണ്ടാത്ത മധുരമാണ് ഞാൻ തലേ ദിവസം എന്ത് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ കേക്കിന്റെ കഷ്ണം പോലെയുള്ള ഒത്തിരി സഭകൾ മലങ്കരയിലുണ്ട്. ഈ കേക്കിന്റെ കഷ്ണം പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഈച്ചയും പിടിക്കത്തില്ല, ഒരു ഉറുമ്പും എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ഉറുമ്പിന് തൊടാൻ പറ്റാത്ത, ഉറുമ്പിന് വേണ്ടാത്ത നല്ല മധുരമാണെങ്കിൽ ഉറുമ്പ് വിടുവോ? പബ്ലിസിറ്റി കൺവീനറെ വെക്കണോ ഉറുമ്പ് വരാൻ? വേണ്ട. അനൗൺസ്മെന്റ് വേണോ? വാട്സപ്പിൽ ഇടണോ? ഫേസ്ബുക്കിൽ ഇടണോ? ഉറുമ്പിന് അത് വല്ലതും ഉണ്ടോ? ഉറുമ്പ് തേടി വരും. സ്തോത്രം. ഹല്ലേലൂയ. നല്ല വചനം ഉണ്ടെങ്കിൽ, നല്ല ശുശ്രൂഷയുണ്ടെങ്കിൽ, രോഗശാന്തി നമ്മുടെ കൂട്ടായ്മയിൽ നടക്കുന്നെങ്കിൽ, ആമൻ, ദൈവപ്രവൃത്തി നടക്കുന്നെങ്കിൽ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനം ഉറയ്ക്കുന്നെങ്കിൽ ജനം കയറുവന്നേ. എത്ര പേർക്ക് അത് വിശ്വാസത്തെ കാണാൻ പറ്റും? സ്തോത്രം. നമ്മളെ ഇരുന്ന് തുരുമ്പിച്ച് തീരുന്നതിനേക്കാൾ നല്ലത് അവൻ ഉപയോഗിച്ച് തേഞ്ഞു തീരുന്നതാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഇരുന്ന് തുരുമ്പിച്ചാലും എന്ത് ചെയ്യും? ആയുധം തുരുമ്പ് തിന്ന് തീരും. അതിനേക്കാൾ നല്ലത് വടക്കേ തിരുവിതാംകൂറിലെ ഒരു അമ്മയുടെ കയ്യിൽ ഞാനൊരു കൊക്കി അരിവാള് കണ്ടു. അരിവാള് പുല്ലരിയുന്ന അരിവാള്. എനിക്ക് തോന്നി ഈ അരിവാള് കണ്ടപ്പോൾ ഈ അമ്മയോളം പ്രായം ഏകദേശം ഈ അരിവാളിനുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, അമ്മ, ഈ അരിവാളും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്? അമ്മ കഥ പറഞ്ഞു തുടങ്ങി. പഴയ അമ്മമാരല്ലേ, കഥ പറഞ്ഞു തുടങ്ങി. അമ്മ കറിക്കരിയുന്ന ഈ അരിവാൾ കൊണ്ടാണ്, അമ്മ പുല്ലരിയുന്ന ഈ അരിവാൾ കൊണ്ടാണ്. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ കൃഷി ചെയ്യുന്നതും മണ്ണിളക്കുന്നതും ഈ അരിവാൾ കൊണ്ടാണ്. അമ്മ സകല അമ്മ എന്ന് വെച്ചാൽ ഈ അരിവാൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സാക്ഷ്യം പറയാൻ പറ്റും. ഇത് ഞാൻ നോക്കിയപ്പോൾ അത് തേഞ്ഞ് ഒടിയാറായി. എന്നാൽ ഇതിനൊരു അഭിമാനമുണ്ട്. ഇത് തുരുമ്പിച്ച് തീർന്ന ആയുധമല്ല. പ്രിയരേ, എത്ര നന്നായി മിനുക്കി വെച്ചാലും 70-80 കൊല്ലം കഴിയുമ്പോൾ ഇത് തീരും. സ്തോത്രം. ഇന്ത്യൻ രൂപ 1 രൂപ കൊണ്ട് ഇവിടുന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. എന്തെല്ലാം ശേഖരിച്ചു വെച്ചാലും
ഒരു ദിവസം ചിലപ്പം നമുക്ക് തോന്നും നമ്മുടെ മക്കളത് മിടുക്കമായി കൈകാര്യം ചെയ്യുമെന്ന്. ചിലർ അവർ കയ്യിലെടുത്ത് ഊതിക്കളയും. എന്നാൽ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഈ ആയുസിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ എത്രയോ മണിക്കൂറുകളും ദിവസങ്ങളും സംവത്സരങ്ങളും തീർന്നു പോയി കാണും, ഇല്ലേ? ആമേൻ. വചനം പഠിപ്പിക്കുന്നു 70 ഏറെയായാൽ 80 നീളെ കിട്ടിയ നല്ല കാര്യം. എന്നാൽ ഏകദേശം ബൈബിൾ പറഞ്ഞ കണക്ക് വെച്ച് തീരാൻ എത്ര ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും യൗവനക്കാർ സഹിതം ഒന്ന് ചിന്തിക്ക. ഇതിന്റെ ഉള്ളിൽ കർത്താവിന് വേണ്ടി തേയാൻ ഹല്ലേലൂയ സമർപ്പണമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ദർശനത്തിലേക്ക് നാം നീങ്ങണം. എന്ത് വേണം? ദർശനം വേണം. ആമേൻ. ദർശനം നാം കാണണം. പൗലോസിന് കിട്ടിയ ദർശനം എന്താണ്? വാക്യം വായിച്ചേ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. നീ ഒരുത്തന്റെ മുഖം നോക്കരുത്. എന്ത് ചെയ്യണം? ഭയപ്പെടാതെ അങ്ങോട്ട് പ്രസംഗിക്ക. നിന്നോട് കൂടെ നീ മിണ്ടാതിരിക്കരുത്. ആ വാക്ക് പറയാൻ കാര്യം, മോളിൽ 17 പറഞ്ഞില്ലേ, നിന്നെ വിടുവായാന്ന് വിളിച്ചില്ലേ? നീ അതുകൊണ്ടൊന്നും വായടയ്ക്കേണ്ട മോനെ, നീ എന്ത് ചെയ്തോ? വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു. അടുത്തതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ആരും നിന്നെ കയ്യേറ്റം ചെയ്യത്തില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ദർശനം എന്താന്ന് ചോദിച്ചാൽ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അങ്ങനെങ്കിൽ ഈ സഭായോഗത്തിൽ ചേർന്ന് പറയാം, എന്നോട് കൂടെ ആരാധിക്കാൻ ദൈവം ഈ സഭയ്ക്കകത്ത് അനേകരെ കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് ആ ഫെയ്ത്ത് ഉണ്ട്? പിതാക്കന്മാരെ, നിങ്ങളുടെ കണ്ണടയുന്നതിന് മുന്നമേ ആ വാഗ്ദത്തം ജീവിക്കാൻ എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് പറഞ്ഞത്, ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതൊരു പിൻകാല പ്രവചന ദൂതായി ഏറ്റെടുക്കാം. അവൻ ഈ ഗ്രാമത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, ദൈവത്തിന് വളരെ ജനമുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, ഞങ്ങളുടെ ഹോളിനകത്ത് ഇത്രയും പേരെ കൊള്ളാൻ പാസ്റ്റർ പറഞ്ഞു കൊള്ളുന്ന ആൾ കയറുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, എൻ്റെ അച്ഛാ, പല സർവീസായിട്ട് ആരാനോടെങ്കിൽ കൂടെയോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇംഗ്ലീഷ് സർവീസ് ആഗ്രഹിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് സർവീസ് തുടങ്ങണം. ആമേൻ. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനത്തിനൊക്കെ പൈസ അയച്ചു കൊടുക്കുന്നവരാണ്. ഇപ്പോൾ കൃപയാൽ ഭായിമാർ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഹിന്ദി സർവീസ് തുടങ്ങണം. പല സർവീസുകളായി ആരാധന നടക്കണം. നമ്മുടെ ദർശനം വിശാലമാക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ ഇന്ന് ഈ യോഗത്തിനകത്ത് മാത്രം പറയുന്നൊന്നല്ല. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന 10ഓളം പാസ്റ്റേഴ്സിനോട്, ട്രൈബൽ മിഷനിലുള്ള പാസ്റ്റേഴ്സിനോട് ഈ ദർശനമാണ് അവരോട് പങ്കിട്ടിരിക്കുന്നത്. കൃപായുഗം ശേഷിക്കുന്നെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഈ നിലയിലേക്ക് പ്രവർത്തനങ്ങൾ ഉയർത്തണം. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ദർശനമകത്ത് വെച്ചോണ്ട് നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, ദർശനമകത്ത് വെച്ചോണ്ട് ഒരു സഭ മുമ്പോട്ട് നീങ്ങിയാൽ, നമുക്കിവിടെ ചെയിൻ പ്രയർ ഉണ്ട്. എന്താ പ്രാർത്ഥന? 1 ഏക്കർ 2 ഏക്കറാക്കി കിട്ടണമെന്നോ? എന്താണ് പ്രയർ സബ്ജക്റ്റ്? എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. സഭയുടെ അടുത്തൊരു ലെവലിനെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ മാതാക്കൾ എഴുന്നേറ്റാൽ, പിതാക്കന്മാർ എഴുന്നേറ്റാൽ, നമ്മളൊന്ന് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നടക്കും. അപ്പം നമുക്ക് ഒരു ചിന്ത, ഇതിനൊക്കെ പണച്ചെലവുണ്ട്, എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് പോകുമെന്നാണ് വേറൊരു പേടി. സ്തോത്രം. നമ്മൾ തയ്യാറാണെങ്കിൽ പദ്ധതിയില്ലാത്ത സഭയ്ക്ക് പണം കിട്ടത്തില്ല. സ്തോത്രം. നമ്മുടെ മുമ്പിൽ പ്ലാൻ ഉണ്ടാകണം. സ്തോത്രം. ഇതിങ്ങനെ പ്രസംഗിക്കുന്നത് സന്തോഷമുണ്ടോ? സന്തോഷം ഉണ്ടാകണം. സ്തോത്രം. ചുമ്മാതെ എനിക്ക് വന്ന് ഇരുന്ന് പോകാൻ ഒരു സ്ഥലം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ദർശനമുള്ളവരായി മൂവ് ചെയ്യുക. ഭാരത സുവിശേഷീകരണത്തിന് സഭ, ആമേൻ, സ്തോത്രം, തൂണായി നിൽക്കാൻ സമർപ്പിതരാകുക. ഈ രാജ്യത്തെ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നേടേണ്ടതിന്
പൗലോസിന് ഒന്നാ കിട്ടിയത്, ഈ പട്ടണത്തിന് എനിക്ക് വളരെ ജനമുണ്ട്. എല്ലാ കണ്ണുകളും അടച്ച് ഈ ദൂതിൻ്റെ ഒരു അംശം മാത്രമേ നാം ചിന്തിച്ചിട്ടുള്ളൂ. ഈ പട്ടണത്തിന് എനിക്ക് വളരെ ജനമുണ്ട്. ഈ ദർശനത്തിൽ പൗലോസ് കൃഷി ഇറക്കിയപ്പോൾ സകലവിധ കൃപാവരങ്ങളുമുള്ള സഭ അവിടെ വെളിപ്പെട്ടു. വിശ്വാസത്താൽ കണ്ടാട്ട് 9 കൃപാവരങ്ങളും ഈ സഭയ്ക്കകത്ത് ജ്വലിക്കുന്നതൊന്ന് വിശ്വാസത്താൽ കണ്ടാട്ട് ഇവിടെ നിന്ന് കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നത്, ഇവിടുന്ന് കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കുന്നത്, ഇവിടുന്ന് കാലഘട്ടത്തിന്റെ കൃപയുള്ളൊരു തലമുറ എഴുന്നേൽക്കുന്നത്, അഭിഷേകമുള്ളൊരു തലമുറ എഴുന്നേൽക്കുന്നത്, സഭയ്ക്ക് വളർച്ച ഉണ്ടാകുന്നത്. ജനം ഈ നാടിന്റെ 4 ദിക്കിൽ നിന്നും ചോദിച്ച് പറഞ്ഞു വന്നു ചേരുന്നത് വിശ്വാസത്താൽ കണ്ട് അല്പനേരം ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദർശനത്തോടുകൂടെ ആരെ ഏത് പ്രവർത്തന മുഖത്ത് നിൽക്കും. കൊരിന്തിന്റെ കഥയും പറഞ്ഞുകൊണ്ട്, സാത്താന്റെ ഇരിപ്പിടമുള്ള ഇടമാന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം, നീ കഥ പറഞ്ഞു ഒഴുപ്പാതെ ദൈവം നൽകിയിരിക്കുന്ന ദർശനത്തിൽ മൂവിയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് വേണ്ടി ഈ കാലത്ത് നിൽക്കാൻ ആരുണ്ട്? ആമേൻ. എന്റെ സമയത്തെ ഞാൻ വിട്ടു നൽകുന്നു. എന്റെ സമ്പത്തും സമയവും എനിക്കുള്ളവയും യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. വൈഡാരാധനകൾക്ക് മനകസിയാന്തന തേഞ്ഞു തീരുന്ന ഒരു ആയുധം പോലെ കർത്താവിന് വേണ്ടിയാകാൻ ഞാൻ ഏൽപ്പിക്കുന്നു. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തിരുവത്താണ് നടക്കാൻ പോവുക. അതിനകത്ത് ശേഷിക്കുന്ന അപ്പവീനുകൾ വാക്കും ഭാഷവും കൂടാതെ വിളിച്ചു പറയുന്നത്, അനേകർ രക്ഷിക്കപ്പെട്ട് നമ്മോട് ചേരാൻ ഉണ്ട് എന്നല്ലേ എത്ര കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്. അത് സംഭവിക്കുന്ന സീസണായി. ഈ കാലഘട്ടം മാറാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ഉണരാൻ പറ്റും? കർത്താവേ, എന്റെ സമയത്തെ ഞാൻ അതിനു വേണ്ടി വിടുന്നു. ആരെയും നാം നോക്കേണ്ടത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം.